ആപ്കി അദാലത്തിൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം യഥാർത്ഥ പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടുന്നു എന്നുള്ളതാണ്. ഇത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒരു കുറ്റാരോപണമാണ്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ യോഗിജി യഥാർത്ഥ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുന്നേ ഇല്ലെന്ന്, മറ്റെന്തൊക്കെയോ പറഞ്ഞ് ശ്രദ്ധ തിരിക്കുകയാണെന്ന്. നോക്കൂ, ശരിക്കുള്ള പ്രശ്നം തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിൽ മോദിജിയാണ് പറഞ്ഞത്. ഭാരതീയ ജനതാ പാർട്ടി അവരുടെ മാനിഫെസ്റ്റോയിനെ പബ്ലിഷ് ചെയ്തിരുന്നു. ആ മാനിഫെസ്റ്റോന്റെ ടാർഗറ്റ് തന്നെ നാടിന്റെ വളർച്ച തന്നെയായിരുന്നു. അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കാരണമാണ് ഈ കാര്യം മുന്നോട്ടെടുത്തുകൊണ്ട് വന്നത്. ഞങ്ങൾക്ക് ഭരണമോ അല്ലെങ്കിൽ പവർ കിട്ടണമെന്ന് പറഞ്ഞല്ല ഇലക്ഷനിൽ നിന്നത്. ഞങ്ങൾക്ക് ഭരണം ആവശ്യപ്പെട്ടത് ഇന്ത്യ നെക്സ്റ്റ് ലെവലിലോട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ടാണ്. പക്ഷേ കോൺഗ്രസും പിന്നെ ഈ NDA അലയൻസിനും ഉള്ളതിന് പവർ ആവശ്യം തന്നെയാണ്. അവരുടെ ഈ കുടുംബത്തിന് കാശും സ്വത്തും ഒക്കെ എടുത്തു വയ്ക്കാനും സന്തോഷപരമായിട്ടിരിക്കാനും. പ്രശ്നങ്ങൾ ഉപയോഗിച്ച് എല്ലാ പ്രോബ്ലംസിനെയും ഇങ്ങനെ ടാർഗറ്റൊക്കെ മാറ്റാൻ തന്നെ കോൺഗ്രസ് ഡോക്യുമെൻ്റാണ് ആദ്യം ഉപയോഗിച്ചത്. ഈ നാടിന് നടന്ന എല്ലാ അന്യായത്തിനും അത് തന്നെയാണ് കാരണം. ഇന്ത്യയെ നാണം കെടുത്തുന്ന രീതിക്ക് ഒരു കാര്യമാണത്. ബാബാ സാഹിബ് ഭീമാറാവ് അംബേദ്കർ ഉണ്ടാക്കി വെച്ച ഈ കോൺസ്റ്റിറ്റ്യൂഷനെ നാണം കെടുത്തുന്ന രീതിക്കുള്ള ഡോക്യുമെൻ്റാണത്. ഇന്ത്യയിലെ ജനങ്ങളെ പിരിക്കാനായിട്ടുള്ള ഒരു പേപ്പറാണിത്. ജനങ്ങളെ പിരിക്കാനായിട്ടുള്ള ഒരു വിത്ത് തന്നെയാണിത്. അത് മാത്രമല്ല, നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഇന്ത്യയുടെ പെണ്ണുങ്ങളെ നാണം കെടുത്തുന്ന രീതിയിലും പകുതി ജനത്തിന്റെ പോപ്പുലേഷനെ നാണം കെടുത്തുന്ന രീതിയിലുമാണത്. ഒരു ഭാഗത്ത് പെണ്ണുങ്ങളുടെ ശക്തി, നമ്മുടെ പുതിയ പാർലമെന്റിൽ എല്ലാവർക്കും സഹായപൂർവ്വമുള്ള നിയമമാണുള്ളത്. മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പേഴ്സണൽ ലോസ് പാസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യം തരാമെന്ന്. ഒരു ഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടി ഒരു രീതിയിലും പിരിഞ്ഞു നോക്കാണ്ടുള്ള എല്ലാ വളർച്ചയ്ക്കും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ എക്കണോമിനെ ലോകത്തിലെ ഏറ്റവും വലിയ ടോപ്പ് കൺട്രീസിനോടൊപ്പം മാച്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ മറ്റേ സൈഡ് നോക്കുവാണെങ്കിൽ കോൺഗ്രസ് ഇന്ത്യനെ പിന്നെയും മിഡിവൽ പീരീഡിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലുമായിരിക്കും. ഈ ടാർഗറ്റ് ചേഞ്ച് ചെയ്യുന്ന പരിപാടി ഒരുപക്ഷെ OBC SC STയുടെ റിസർവേഷൻ തടയാനായിട്ടുള്ള ശ്രമത്തിലാണെങ്കിൽ ആ പ്രശ്നത്തിനെക്കുറിച്ച് എടുത്ത് സംസാരിക്കുക അതിനെ തടഞ്ഞു നിർത്തിയിരിക്കും. കാരണം വെറും മതം മാത്രം വെച്ച് റിസർവേഷൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനോടെ പർപ്പസിന് തന്നെ എതിരായതാണ്. ഭീംറാവ് അംബേദ്കർ പറഞ്ഞതിനും എതിരായ കാര്യമാണ്. ഇതൊരിക്കലും ഭാരതീയ ജനതാ പാർട്ടി സമ്മതിക്കത്തില്ല സാർ. മറ്റൊരു കാര്യം, മോദിജി പാരമ്പര്യത്തിനൊക്കെ മര്യാദ കൊടുക്കണമെന്നുള്ളത് സംസാരിക്കുന്നു. കോൺഗ്രസ് പാരമ്പര്യ ടാക്സ് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് ജഡ്ജിയനെ പിന്നെയും കൊണ്ടുവരണമെന്നാണ് വിചാരിക്കുന്നത്. ഈ ജഡ്ജിയനെ ഭാരതീയ ജനതാ പാർട്ടി പുതിയ ഇന്ത്യയിലോട്ട് തീർച്ചയായിട്ടും വരാൻ സമ്മതിക്കില്ല സാർ. സമ്പാദിക്കാൻ കഴിയും. ഇന്ത്യയിലുള്ള കുടുംബങ്ങളുടെ കാശ് വെച്ച് ഇവരൊക്കെ സമ്പാദിക്കും സാർ. അവരുടെ അടുത്ത് ജഡ്ജിയാന്നും പറഞ്ഞ് ടാക്സ് എന്നും പറഞ്ഞ് കളക്ട് ചെയ്യാനായിട്ട് കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, നാഷണൽ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ജനങ്ങളുടെ പ്രോപ്പർട്ടി ഒക്കെ കൈപ്പറ്റുകയാണ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തന്നെയാ അവർക്ക് ഭരണം കൊടുക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചോണ്ടിരിക്കുന്നത്. അത് തെറ്റാണ്. എക്സ്റേ ചെയ്യും. അയ്യോ, ആ എക്സ്റേ എല്ലാം ആ ജഡ്ജസ് അല്ലേ എടുത്തോണ്ട് വരേണ്ടത്. ആ പാരമ്പര്യ ടാക്സിനാണ് അത് ചെയ്യേണ്ടത്. ഇതൊക്കെ കാണുമ്പോഴാണ് സാർ ഔറംഗസീബിന്റെ ആത്മാവ് ഇദ്ദേഹത്തിനകത്താന്ന് പറയുന്നത്. പുതിയ ഇന്ത്യ ഒരിക്കലും ഔറംഗസീബിന്റെ ആത്മാവിനെ സമ്മതിക്കില്ല. യോഗി സാർ, അദ്ദേഹം കൂടുതൽ പരാതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുടുംബ രാഷ്ട്രീയത്തെക്കുറിച്ച് താങ്കൾ പറയുന്നു എന്ന്. അഖിലേഷ് യാദവ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ കുടുംബത്തിലുള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ടെന്നാണ്, താങ്കൾക്ക് കുടുംബം ഇല്ലല്ലോ എന്നാണ്. അയ്യോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ നാട്ടില് വേറെ യാദവ് വേറെ ആരും ഇല്ലേ? അവർക്കത് കൊടുക്കൂ. ഇത് നിങ്ങളുടെ പാർട്ടി, നിങ്ങൾക്ക് അതിന്റെ ഇതല്ലേ? അല്ല, വേറെ ആരും യാദവ് ഇല്ലേ? മിൻഫുറിയില്, ബദായോല്, ഫിറോസാബാദില്, കണ്ണൂസില്, ആദംഘട്ടില് 5 പേര് ഒരു വീട്ടിൽ ചേർന്നവരാ. ഒരാള് മാമനും, ഒരാള് ചിറ്റപ്പനും, ഒരാൾ അളിയനും, ഒരാളാ ചേട്ടനും. ദൈവമേ, മഹാഭാരതത്തിലുള്ള സ്വന്തം പോലെ ഇവരുടെ മുന്നേ ഫെയിലായി പോവും സാർ. മറ്റൊരു കാര്യം, നിങ്ങൾ ഡോക്ടർ റാമുലിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സ്വത്തുകളും പാരമ്പര്യ പ്രശ്നത്തിലും വരണ്ടെന്ന് പറഞ്ഞ് ലോഹയാജി അവരുടെ മുന്നേ വരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരതൊക്കെ ഫോളോ ചെയ്തോ? ഇവർ ലോയയുടെ പേരൊക്കെ വെച്ച് ജനങ്ങളെ പറ്റിക്കാനായിട്ടുള്ള ഓരോ പണി നോക്കുവല്ലേ? നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ പാരമ്പര്യത്തിനും വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഈ സൊസൈറ്റിയിലുള്ള ജനങ്ങൾ എങ്ങോട്ട് പോവും? അവരെക്കുറിച്ച് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കാത്തത്? കോൺഗ്രസ് അത് തന്നെയാണ് സർ ചെയ്യുന്നത്. കോൺഗ്രസിന്റെ ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഇതിനു മുൻപ് മിനിസ്റ്റർ ആയിരുന്നു കാഞ്ചലാൽ ബുരിയ.
ഫോർമൽ മിനിസ്റ്റർ. അദ്ദേഹം കല്യാണമായ സ്ത്രീകളോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും 1 ലക്ഷം രൂപ തരാമെന്ന്. ആർക്കൊക്കെ 2 ഭാര്യമാരുണ്ടോ അവർക്ക് 2 ലക്ഷം കിട്ടും. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കോൺഗ്രസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിശ്വസിക്കുന്നത് ഒരു വലിയ പൊട്ടത്തരം തന്നെയാണ്. അതിൻ്റെ ഒപ്പം ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ കുടുംബങ്ങളാണ് ഏറ്റവും വലുത്, പക്ഷേ ഞങ്ങൾക്ക് നാടാണ് വലുത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി നേഷൻ ഈസ് ഫസ്റ്റ് എന്ന് പറയുന്നത്. കാരണം മോദിജിക്ക് 140 കോടി ആൾക്കാർ സ്വന്തം കുടുംബമാണ്. എനിക്ക് ഉത്തർപ്രദേശിലുള്ള 25 കോടി ജനങ്ങളാണ് എൻ്റെ കുടുംബം. അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഫാമിലി അതിനെ വിചാരിച്ച് നമ്മൾ വിഷമിക്കുന്നതിന് പകരം ഞങ്ങൾ ഈ നാടിനെക്കുറിച്ച് ചിന്തിച്ചാണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. റായ്ബെരിയിലെ കുടുംബങ്ങളെക്കുറിച്ച് ശരിക്കും സങ്കടപ്പെട്ടാണ് പറയുന്നത്. പ്രിയങ്ക ഗാന്ധി തന്റെ പ്രസംഗത്തിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അമ്മ മരിച്ചുപോയപ്പോൾ മകൻ എഴുന്നേറ്റ് നിന്നു, മകൻ മരിച്ചതിന് ശേഷം വിധവയായ മരുമകൾ എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ ഈ രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസ് ഇങ്ങനെയാ പറയുന്നത്. കാരണം അവർ ജനങ്ങളുടെ ഓരോ ഫീലിങ്സ് വെച്ച് എമോഷണലി ഇങ്ങനെ കളിച്ചാണ് നാടിനെ തെറ്റായ രീതിക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അമേത്തി റായ്ബുരിയിലുള്ള ജനങ്ങള് ഇവർക്ക് നല്ലൊരു ഉത്തരവായിരിക്കും തിരിച്ചു കിട്ടാൻ പോകുന്നത്. അമേത്തിയിലെ ജനങ്ങള് പോയവട്ടം തന്നെ ഉത്തരം പറഞ്ഞിരുന്നു. റായ്ബറലിയിലെ ജനങ്ങൾ ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഉത്തരം പറയും സർ. ഇനി കുടുംബരാഷ്ട്രം ഒരിക്കലും സംഭവിക്കില്ല സർ. പുതിയ ഇന്ത്യ, നേഷൻ ഫസ്റ്റ് എന്നുള്ള വാക്കിനാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, ഫാമിലിക്ക് വേണ്ടിയല്ല. ഇവരുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് BJPയുടെ എക്സ്റ്റൻഡഡ് കുടുംബമാണ് EDയും CBIയും എന്ന്. സർ നോക്കൂ, ഇത് BJPയുടെ ഒപ്പം ചേർത്ത് വെച്ച് സംസാരിക്കുന്നത് വളരെ തെറ്റാ, മോശമാണ്. ED ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, ഇല്ല CBI ആയിക്കോട്ടെ, ഇവരൊക്കെ നാടിന്റെ ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ. അവരുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരവരുടെ ഡയറക്ടറെ അവിടെ സെലക്ട് ചെയ്യാനായിട്ടും അവർക്ക് ഓരോ സിസ്റ്റം ഉണ്ട്. അതിലെന്താന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഭരണ പാർട്ടിക്കാരും അതിലൊരു പാർട്ടായിട്ട് തന്നെ ഇരിക്കും. അതിനോടൊപ്പം അതിനെ BJPയോടെ ചേർത്ത് വെച്ച് സംസാരിക്കുന്നത് എനിക്ക് തെറ്റായിട്ടാണ് തോന്നുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളുടെ തലവന്റെ തലമേൽ വെച്ച് ഞങ്ങളുടെ ഓരോ രീതിയിൽ വാല്യൂസ് ആൻഡ് നല്ല രാഷ്ട്രീയമാണ് നടത്തുന്നത്. ആ വാല്യൂസിനും ഐഡിയൽസിനും ജനങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും. ഇപ്പോൾ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ബെയിൽ നൽകിയിരിക്കുകയാണ്. അദ്ദേഹം തീർച്ചയായും EDയെയും ആക്രമിക്കും, BJPയെ ആക്രമിക്കും, നരേന്ദ്രമോദിയെ ആക്രമിക്കും. ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അരവിന്ദ് കെജ്രിവാൾജി എന്തോരം ദേഷ്യത്തിലാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഷുഗർ ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയണം. എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ അദ്ദേഹം തന്റെ ആരോഗ്യത്തിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇവിടെ സുപ്രീം കോടതിയാണ് അദ്ദേഹത്തിന് ബെയിൽ നൽകിയിരിക്കുന്നത്. 20 ദിവസം ക്യാമ്പയിൻ ചെയ്യാനുള്ള അനുവാദം നൽകി. രാഷ്ട്രീയ ക്യാമ്പയിനിലൊക്കെ ചേരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിലുള്ള രാഷ്ട്രീയ ക്യാമ്പയിനിലൊക്കെ ചേർന്നോട്ടെ. പക്ഷെ എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ അദ്ദേഹം ഈ വട്ടമെങ്കിലും സത്യം പറയാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. കാരണം നാട് ഇവരുടെയൊക്കെ നുണകൾ കേട്ട് ജനങ്ങൾ വല്ലാണ്ട് ടയേർഡായി. ഇപ്പം നാട്ടിൽ ജനങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് സത്യം മാത്രമാണ് പുറത്ത് വരണ്ടേന്ന്. ഇവരാണെങ്കിൽ ഒരിക്കലും സത്യം പറയത്തില്ല. പക്ഷെ ഇവരുടെ ശരിക്കുള്ള ഫേസസ് ഒക്കെ പുറത്തു വന്നു. പക്ഷെ ജയിലിൽ നിന്ന് വന്ന എല്ലാവരും ഇന്ത്യ അലയൻസിൽ നിന്ന് പുറത്തു വന്നവർ തന്നെയല്ലേ അവിടുന്ന് വന്നത്. ഒരുപാട് പേര് അങ്ങനെ തന്നെയാണ്. ഇതാ ഇവിടെ നോക്കൂ, നിങ്ങൾ ബീഹാറിൽ വെച്ച് നോക്കൂ, ഇനിയും നാട്ടിൽ വേറെ വേറെ സ്ഥലത്ത് നിങ്ങൾ പോയി നോക്ക്. ഇവരുടെ എല്ലാവരുടേതും ഒരു കഥ തന്നെയാണ്. അതെന്നാന്ന് ഇത് അന്ന് ഒരു മീം വന്നിരുന്നു. അതിൽ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും ഒന്നിച്ചു ചേർന്ന് ED മുബാരക് എന്ന് പറഞ്ഞു. നോക്കൂ, ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ അവരുടെ അടുത്ത് സംസാരിക്കാൻ ഒരു കാര്യവും ഇല്ല. അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള ജനങ്ങൾ അറിഞ്ഞു വരുന്നുണ്ട്. അതെല്ലാം കൂടെ അവർ മറയ്ക്കാനായിട്ട് നാടിൻ്റെ ഈ ഓർഗനൈസേഷനെ കുറ്റവാളികൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ നാട്ടിലെ ജനങ്ങൾക്ക് അവരെന്തൊക്കെ ചെയ്തെന്ന് നന്നായിട്ട് തന്നെ അറിയാം. അതിനെല്ലാം ഉത്തരം പറയുന്ന രീതിക്ക് തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ട് ഉത്തരം പറയും അവർ.